ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജിദ്ദയിലെ കോർണിഷ് ഭാഗത്താണ്. കോർണിഷ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു മസ്ജിദുണ്ടോ, ഇതിൻ്റെ പിറകിലാണ് മസ്ജിദ് അബ്ദുറഹ്മാൻ. നല്ല കാണാനും ആസ്വദിക്കാനൊക്കെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. രസം ഒരു റിച്ച് ഏരിയ ആണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല കാശ് വരും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചിരിക്കും. എന്നിരുന്നാലും കാണാൻ ഭയങ്കര ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാം. വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം, സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഒരു സൂപ്പറൊക്കെ വിരിച്ച് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ആ കാർപ്പറ്റൊക്കെ വിരിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സീറ്റ് കാര്യങ്ങൾ, ചെയർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ മലിക് റോഡിന് പോരുകയാണെങ്കിൽ ഗ്ലോബൽ സിഗ്നലിന് ഇടത്തോട്ട് അൽ മർജാൻ എന്ന് പറഞ്ഞാണ് കറക്റ്റ് ലൊക്കേഷൻ. അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജിദ്ദയിലെ കോർണിഷ് ഭാഗത്താണ്. കോർണിഷ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു മസ്ജിദുണ്ടോ, ഇതിൻ്റെ പിറകിലാണ് മസ്ജിദ് അബ്ദുറഹ്മാൻ. നല്ല കാണാനും ആസ്വദിക്കാനൊക്കെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. രസം ഒരു റിച്ച് ഏരിയ ആണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല കാശ് വരും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചിരിക്കും. എന്നിരുന്നാലും കാണാൻ ഭയങ്കര ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാം. വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം, സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഒരു സൂപ്പറൊക്കെ വിരിച്ച് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ആ കാർപ്പറ്റൊക്കെ വിരിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സീറ്റ് കാര്യങ്ങൾ, ചെയർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ മലിക് റോഡിന് പോരുകയാണെങ്കിൽ ഗ്ലോബൽ സിഗ്നലിന് ഇടത്തോട്ട് അൽ മർജാൻ എന്ന് പറഞ്ഞാണ് കറക്റ്റ് ലൊക്കേഷൻ. അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാണാം.